നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആര് ജയിക്കുമെന്ന ആകാംക്ഷയിലാണ് ബഹ്റൈനിലെ ഫുട്ബോൾ ആരാധകർ. അർജന്റീന സ്പെയിൻ കലാശക്കൊട്ടിനായി വൻ ഒരുക്കങ്ങളാണ് രാജ്യത്തെ ആരാധകർ നടത്തുന്നത്. ബഹ്റൈൻ സമയം ഇന്ന് രാത്രി 10 മണിക്കാണ് മത്സരം നടക്കുക. രാജ്യത്തെ തിയേറ്ററുകൾ, മാളുകൾ, റെസ്റ്റോറന്റുകൾ, റിറ്റ്സ് കാൾട്ടൺ ബഹ്റൈൻ, ബ്രിട്ടീഷ് ക്ലബ് തുടങ്ങിയ പ്രമുഖ ഇടങ്ങളിലും വലിയ സ്ക്രീനുകളിലൂടെ മത്സരങ്ങൾ തത്സമയം കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ട ടീമിന്റെ കൊടികൾ ഉയർത്തിയും ജേഴ്സി അണിഞ്ഞും ലോകകപ്പിന്റെ ആവേശം രാജ്യമെങ്ങും പ്രകടമാണ്. ഓൺലൈൻ ലോകത്തും ഫുട്ബോൾ ഫൈനൽ തരംഗമാണ്. പ്രിയ താരങ്ങളുടെയും ടീമുകളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചും വിജയപ്രതീക്ഷകൾ പ്രകടിപ്പിച്ചും ആരാധകർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അർജന്റീന ടീമിനോടുള്ള അടങ്ങാത്ത ആരാധനയും സ്നേഹവും വീടിന്റെ ചുവരുകളിലും പകർത്തിയിരിക്കുകയാണ് ബഹ്റൈനിലെ ഒരു കുടുംബം. വീടിന്റെ മുൻവശത്ത് അർജന്റീനയുടെ പതാകയും ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ചിത്രവും ലോകകപ്പ് വിജയത്തെ ഓർമ്മിപ്പിക്കുന്ന അലങ്കാരങ്ങളും ഒരുക്കിയിരിക്കുന്നു. സിത്രയിലെ ഇവരുടെ വീട് അർജന്റീനയുടെ ആകാശനീല വെള്ള നിറങ്ങളിൽ പെയിന്റ് ചെയ്തതോടെ പ്രദേശത്തെ കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ്. മെസ്സിയോടുള്ള ആരാധനയാണ് ഈ ആശയത്തിന് പിന്നിലെ പ്രചോദനമെന്ന് കുടുംബം പറയുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഫുട്ബോൾ ആരാധകരും നാട്ടുകാരും വീട് കാണാനും ചിത്രമെടുക്കാനും എത്തിത്തുടങ്ങി. വേനൽക്കാല ഉച്ചവിശ്രമ തൊഴിൽ വിലക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നതായി ബഹ്റൈൻ അധികൃതർ അറിയിച്ചു. ചട്ടപാലനം മെച്ചപ്പെട്ടതോടെ തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ കുറഞ്ഞതായും പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ പദ്ധതികളിൽ ഈ കാലയളവിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടി, മുതിർന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ പ്രവാസി സമൂഹത്തിലെ നിരവധി പേരാണ് പങ്കെടുത്തത്. പുഷ്പാർച്ചനയോടെ തുടക്കം കുറിച്ച പരിപാടിക്ക് IYCC ആക്ടിംഗ് പ്രസിഡന്റ് ഷാഫി വയനാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സലീം അബുത്വാലിബ് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. കേരള രാഷ്ട്രീയത്തിൽ ഇരു നേതാക്കളും നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെയും അവരുടെ ജനകീയ ഇടപെടലുകളെയും അദ്ദേഹം പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് മാഹി, മുൻ പ്രസിഡന്റുമാരായ ഫാസിൽ വട്ടോളി, ബ്ലസൻ മാത്യു, ജിതിൻ പരിയാരം, മുൻ ദേശീയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നേതാക്കളുടെ സ്മരണ പുതുക്കുകയും ചെയ്തു. പരിപാടിക്ക് ഷഫീഖ് സൈഫുദ്ദീൻ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ബുദയ്യ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് ടൂർണമെന്റിൽ മനാമ ടീം ജേതാക്കളായി. ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ ഹമ്മദ് ടൌൺ ടീമിനെ പരാജയപ്പെടുത്തിയാണ് മനാമ കിരീടം സ്വന്തമാക്കിയത്. ഹമ്മദ് ടൌൺ റണ്ണറപ്പ് സ്ഥാനവും നേടി. ബുദയ്യ ജവാദ് പെട്രോൾ സ്റ്റേഷന് സമീപമുള്ള അൽ മൈദാൻ ഫുട്ബോൾ ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റിൽ IYCC ബഹ്റൈന്റെ 9 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. IYCC ബുദയ്യ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ സലീം, ജനറൽ സെക്രട്ടറി EK അഷ്റഫ്, ഏരിയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ ദേശീയ പ്രസിഡന്റുമായ ഷിബിൻ തോമസ്, ഏരിയ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ സജീഷ് രാജ്, റിനോ സക്കറിയ, രജീഷ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. വിജയികളെയും ടൂർണമെന്റ് വിജയകരമായി സംഘടിപ്പിച്ച ബുദയ്യ ഏരിയ കമ്മിറ്റിയെയും IYCC ദേശീയ കമ്മിറ്റി അഭിനന്ദിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മറ്റു വാർത്തകളിലേക്ക്.
ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ സുരക്ഷാ സാഹചര്യം വഷളായതോടെ യുഎഇയിൽ നിന്ന് കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാന സർവീസുകൾ എമിറേറ്റ്സ്, എയർ അറേബ്യ എന്നിവ റദ്ദാക്കി. ഇത്തിഹാദ് എയർവേസിന്റെ ചില സർവീസുകളുടെ അന്തിമ സ്ഥിതിയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് വിമാന കമ്പനികളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. NRI കൌൺസിൽ ഓഫ് ഇന്ത്യ പ്രവാസി മക്കളുടെ വിദ്യാഭ്യാസ ഉന്നതിക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാജ്യോതി പുരസ്കാരം ഈ മാസം 24 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം YMCA ഹാളിൽ വിതരണം ചെയ്യും. തിരഞ്ഞെടുക്കപ്പെട്ട 100-ൽ പരം കുട്ടികൾ പങ്കെടുക്കും. മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. NRI കൌൺസിൽ ദേശീയ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ് അധ്യക്ഷത വഹിക്കും. കരിയറിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകളിലൊന്നുമായി ഇന്ത്യൻ ബാഡ്മിന്റൺ ഇതിഹാസം PV സിന്ധു. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ടൂർണമെന്റിന്റെ ഫൈനലിൽ ജപ്പാന്റെ അക്കാനെ യമൂഗച്ചിയെ തകർത്ത് സിന്ധു കിരീടം ചൂടി. നേരിട്ടുള്ള ഗെയിമുകൾക്കായിരുന്നു സിന്ധുവിന്റെ വിജയം. ഈ ജയത്തോടെ ജപ്പാൻ ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സിന്ധു സ്വന്തമാക്കി. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് നാളെ കേരളത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ. സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി VD സതീശനാണ് നിർദ്ദേശം നൽകിയത്. അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അവധി പ്രഖ്യാപിച്ച് വാർത്ത വന്നത്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകുന്നതാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി നൽകുന്നത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷ മാറ്റമുണ്ടായിരിക്കില്ലെന്നും സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. വീണ്ടും ഒരു ഇടവേള. ഫിഫ ലോകകപ്പ് 2026 മൂന്നാം സ്ഥാനക്കാർക്കായുള്ള ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഗോളടിപ്പുത്തരത്തിനൊടുവിൽ 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം പിടിച്ചടക്കിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ഇംഗ്ലണ്ട് ലോകകപ്പ് ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും മികച്ച നേട്ടമാണ് ഇത്. മത്സരത്തിലുടനീളം ഇംഗ്ലണ്ടിന്റെ ബുക്കായോ സാക്ക ഹാട്രിക് ഗോളുകളുമായി തിളങ്ങി. ഫ്രാൻസിനു വേണ്ടി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടിയെങ്കിലും ഫ്രഞ്ച് പടയെ വിജയത്തിലെത്തിക്കാൻ അത് മതിയായില്ല. എങ്കിലും ഈ സീസണിലെയും എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ആകെ 22 ഗോളുകളുമാണ് അദ്ദേഹത്തിന്റെ നേട്ടം. ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ലോക ഫുട്ബോളിന്റെ കനക കിരീടത്തിലേക്ക് ഇനി ഒരേയൊരു മത്സരത്തിന്റെ ദൂരം മാത്രം. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീനയും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ഫുട്ബോൾ ലോകം തങ്ങളുടെ പഴയ കണക്ക് പുസ്തകങ്ങൾ തുറക്കുകയാണ്. ബഹ്റൈൻ സമയം ഇന്ന് രാത്രി 10 മണിക്കാണ് കലാശ പോരാട്ടം. ചരിത്രത്തിലെ 4ാം ലോക കിരീടമാണ് ലയണൽ മെസ്സിയും സംഘവും ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് ചരിത്രത്തിലെ തങ്ങളുടെ 2ാം കിരീടമുത്തത്തിനാണ് സ്പാനിഷ് പടയൊരുങ്ങുന്നത്. കൌമാര വിസ്മയം ലമിൻ യമാൽ, ദാനി ഒൽമോ, റോഡ്രി എന്നിവരുടെ ആക്രമണ ശൈലിയാണ് സ്പെയിനിന്റെ കരുത്തെ
ഉണ്ടെങ്കിൽ ലയണൽ മെസ്സി, ലൌട്ടാരോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ് എന്നിവരുടെ പരിചയ സമ്പന്നതയിലാണ് അർജന്റീനയുടെ പ്രതീക്ഷകൾ. ഫുട്ബോൾ ലോകത്തെ രണ്ട് വമ്പന്മാരാണെങ്കിലും ലോകകപ്പിന്റെ വലിയ വേദിയിൽ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്നത് ചരിത്രത്തിൽ ഇത് രണ്ടാം തവണ മാത്രമാണ്. നീണ്ട 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലോകവേദിയിൽ ഇവരുടെ ഒരു മുഖാമുഖം സാധ്യമാകുന്നത്. 1966 ഇംഗ്ലണ്ട് ലോകകപ്പിലാണ് ഇരുവരും ആദ്യമായും അവസാനമായും ഒരു ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികൾ അതീവ ആവേശത്തോടെയാണ് ഈ ഫൈനലിനെ കാത്തിരിക്കുന്നത്. മികവ് തെളിയിച്ച സ്പെയിനും തന്ത്രശാലികളായ അർജന്റീനയും നേർക്കുനേരെത്തുമ്പോൾ ന്യൂജേഴ്സിയിൽ ഒരു ക്ലാസിക് പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.